അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചോദിച്ചില്ല. வடிவேலு என்னங்க பால் பாயசம் இருக்கு, சாப்பிட்டு போங்க. ஐயோ வேண்டாம், கடை തുറക്കാൻ ടൈം ആச்சு. അന്തോണി സുണ്ണിയള ഇന്ത്യ ലുലു മാളിൽ മാത്രം നല്ല ബിസിനസ് ഉണ്ടാവണേ. ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. ഇവന്റെ ഇറങ്ങിയോ? ഇപ്പൊ മീൻ വാങ്ങിച്ചോണ്ടിരുന്ന പിന്നെ എന്റെ ഒരു മുള്ളു പോലും കിട്ടില്ല. ഏതേ തണ്ടി നമ്മളെ തന്നെ നോക്കി ഒലിപ്പിച്ചോണ്ടല്ലോ. ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ? ഒരു ക്ലാസ് നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ചുമ്മാ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നത്തിന് ആ ബഷീറിന്റെ നട്ടലിനൊരു ഒടിവുണ്ടെന്നാ കേട്ടത്. ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് തുറന്നിറങ്ങില്ലല്ലോ, ഇറങ്ങില്ലല്ലോ. ഇറങ്ങി വഴിക്കാൻ പയ്യൻ വീണ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ രാത്രി വീട്ടിൽ പോയില്ലേ? ഒരു ക്ലാസ് കൂടെ ഒന്ന് മേടിച്ചാ. എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു ക്ലാസ് കുടിച്ചേച്ച് പോയാൽ ചായ നീ അത് കുടിച്ചേച്ചു. നീ വെള്ളം കുടിച്ചില്ല, തലയെക്കോട് നീ കുടിച്ചേതാ കുടിക്കണം, വെള്ളം കുടിക്കും. ഉമ്മ മലയാളികൾ അങ്ങനെയാണല്ല, ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല, മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ലല്ല, വെള്ളം കോതി കുടിക്കണം. അതൊക്കെ കോതി കുടിച്ചു പോയാൽ മതി. കുടിക്കുന്നതിനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട എന്നാ കുടിക്കുന്നേ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ കൈവിറച്ച് ഒളിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ തമാശ എന്താ ഉള്ളത്? ഇല്ല അല്ലല്ല, അത് സാർ അതിന്റെ അകത്ത് നാട്ടുകാരുടെ പൊതു വിഷയ. ഇത് നാട്ടുകാരുടെ പൊതു വിഷയ. ഈ വണ്ടി സ്പീഡോട്ട് പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല. നീ കുടിച്ചേച്ച് പോയത് എടുത്ത് ഞങ്ങളുടെ പേര് കേസെടുത്തോ. നിങ്ങൾ കുടിച്ചേച്ചു. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ? ഇത് കുടിച്ചേച്ച് പോയാൽ മതി, കുഴപ്പമില്ല. കുടിച്ചിട്ട് നീ കുടിച്ചിട്ട് പോയാൽ മതി, ചൂടൊന്നുമില്ല. ഒന്ന് ഊതി കുടിച്ചാൽ പെട്ടെന്ന് അല്ല, അവൻ പറഞ്ഞു അവന് ഇഷ്ടമായി സമയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരിയാക്കാം എന്ന് തിങ്കളാഴ്ച ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. അപ്പൊ ശരി മക്കളെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോകുന്നു. ബൈ ബൈ.